നമസ്കാരം. എൻ്റെ വീഡിയോസെല്ലാം അപ്ഡേറ്റ് ഉൾപ്പെടെ കാണിക്കുന്നത് പോലെ ഞാനിപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ മെസ്സഞ്ചറൊക്കെ ഫുള്ളാണ്. ശരിക്കും ഒരുപാട് പേര് ഓവർ ഫോണും മെസ്സേജുമായിട്ടും ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്തായി എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസമായി, ഓക്കെ ആയി. എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചുണ്ടിലെ സ്റ്റിച്ചൊക്കെ കരിവായി തുടങ്ങി. ചുണ്ടിൽ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നെന്ന് പലരും ചോദിക്കുന്നുണ്ട്. വേണ്ടി വന്നില്ല, നോർമൽ സർജറി കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം പഴയതുപോലെ ആവും തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കാലിൽ സർജറി കഴിഞ്ഞ കാരണം ഒരു 1.5 മാസം ഈ കാല് നിലത്ത് കുത്തണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരുന്ന 10-ാം തീയതി വെനസ്ഡേ ഫസ്റ്റ് റിവ്യൂ ആണ്. റിവ്യൂവിന് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുമായിരിക്കും. ചെറിയ ഫിസിയോതെറാപ്പി, ഇങ്ങനെ കാലൊന്ന് അനക്കിയൊക്കെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഓക്കെ. ഇത് ഊണ്ട് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നോർമൽ ഇതിലേക്ക് വന്നേനെ. അപ്പോൾ ഇതൊരു പ്രശ്നം കാരണമാണ് കുറച്ചിങ്ങനെ നീണ്ടു പോണേ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുക. കാരണം അത്രമാത്രം പേര് ചോദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് എന്താ പറയുക നേർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ 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 സന്തോഷമാണ്. എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു ഫീലിംഗ്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് പേര് ഉണ്ടെന്നുള്ള ഫീലിംഗ് തന്നെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, വെറുതെ ടൈമിങ്ങനെ നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സമയം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ ആയല്ലോ, വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങിയല്ലോ എന്നൊക്കെ. അല്ല, ഞാൻ പുതുതായിട്ട് വീഡിയോസൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇത് നേരത്തെയുള്ള ചില വീഡിയോസ്, ഇപ്പോൾ യൂട്യൂബിലിടുന്ന ചില ഷോർട്സ് വീഡിയോസൊക്കെ നേരത്തെ എടുത്തിട്ട് ഞാൻ വേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ച കുറേ വീഡിയോസ് ഉണ്ട്. അതിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ല, വലിയ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ്, അത് മെയിലിലാണ്. മെയിലിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഷോർട്സൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്തിരുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് പലതും നിങ്ങൾ കാണാത്ത വീഡിയോസാണ്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസാണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ക്രിസ്മസ് മാസമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഈ ക്രിസ്മസിന് എന്തായാലും പറ്റുകയില്ല, ക്രിസ്മസൊക്കെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഇന്നു മുതൽ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ്, ഫേസ്ബുക്കിൽ നിങ്ങൾ കാണാത്ത വീഡിയോസാണ്. അപ്പോൾ ഇന്നു മുതൽ കാണുന്ന ബാക്കി ക്രിസ്മസ് വീഡിയോസ് ആട്ടോ ഇടുന്നല്ല. ഈ ക്രിസ്മസ് വീഡിയോസ് എല്ലാം തന്നെ നേരത്തെ ഉള്ളതാണ്. ഞാൻ സുഖമായിട്ട് പിന്നെ ചെയ്ത വീഡിയോസ് അല്ല. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഇത് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് സജി കുമാർ എന്നാണ്. സജി കുമാർ എന്നൊരു പേജ് എനിക്കുണ്ട്. അവിടെയാണ് ഞാൻ ഈ വീഡിയോസ് അധികം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഫോളോ ചെയ്യാൻ പറ്റിയാലൊന്ന് അതും കൂടെ ഫോളോ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന വീഡിയോസ് വരുമ്പോൾ ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ.